ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അല്പനിമിഷത്തെ നമ്മുടെ ചിന്തയ്ക്കായി യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. യേശു ഇതിന് അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ. ദൈവികമായ അത്ഭുത പ്രവൃത്തികളിലൂടെ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്താറുണ്ട്. ബൈബിളിൽ പല സന്ദർഭങ്ങളിലും ദൈവം തൻ്റെ ദിവ്യ പ്രവൃത്തികളിലൂടെ ദൈവമഹത്വം വെളിപ്പെടുത്താറുണ്ട്. ഇവിടെ കാനാവിലെ കല്യാണത്തിന് വീഞ്ഞ് തീർന്നുപോയ പശ്ചാത്തലത്തിൽ യേശു തൻ്റെ അടയാളങ്ങളെ ആരംഭമായി പച്ചവെള്ളത്തെ വീഞ്ഞാക്കി തീർത്തു. യോഹന്നാന്റെ സുവിശേഷത്തിലും മരിച്ചു 4 ദിവസമായ ലാസറിനെ ഉയർപ്പിച്ചു. തൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തുവാനിടയായി. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം നാം വായിക്കുമ്പോൾ, യേശു അത് കേട്ടിട്ട്, ഈ ദീന മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് അത്രേ എന്ന് പറഞ്ഞു. പലപ്പോഴും തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ കടന്നു വരുന്നത്, ചില രോഗങ്ങൾ കടന്നു വരുന്നത് ദൈവം തൻ്റെ മഹത്വം നമ്മിൽ വെളിപ്പെടുത്തേണ്ടതിനായിട്ടാണ്. ഇവിടെയെല്ലാം ദൈവമഹത്വം വെളിപ്പെട്ടോ അവിടെയൊക്കെ അനേക ക്രിസ്തുപാതയിൽ വരുവാനിടയായിട്ടുണ്ട്. ഇവിടെയെല്ലാം നമ്മുടെ വിശ്വാസം ഹല്ലേലൂയ വർദ്ധിക്കുവാനിടയായിട്ടുണ്ട്. പ്രിയരെ, നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും നാം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടില്ലേ, ദൈവമേ ഞങ്ങളുടെ വിഷയങ്ങളുടെ മേൽ അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണമേ. പലപ്പോഴും ദൈവമഹത്വം നാം കണ്ടിട്ടുണ്ട്. നമ്മുടെ ഭവനത്തിൽ ദൈവമഹത്വം വെളിപ്പെട്ടിട്ടുണ്ട്. പ്രിയരെ, ഇന്നും ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ദൈവം തന്നെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കുകയില്ല. അതേ പ്രിയരെ, നമ്മുടെ വിഷയത്തിന്മേൽ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ നീറുന്ന പല വിഷയങ്ങളിലും നാം നിന്നതരായി തീരേണ്ട പല വിഷയങ്ങളിലും ദൈവമഹത്വം വെളിപ്പെടുത്തി ദൈവം നമ്മെ മാനിച്ചില്ലേ? പലർക്കും നാം ഒരു അത്ഭുതമായി മാറിയില്ലേ? ആ കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഒരിക്കൽ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ, ആഗ്രഹിച്ചതുപോലെ നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലും ദൈവമേ അങ്ങയുടെ മഹത്വം ഒന്ന് വെളിപ്പെടുത്തണമേ. കാലങ്ങളായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവമഹത്വം വെളിപ്പെടുവാനുള്ള സമയമായി വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി കാത്തിരിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ അസാധ്യമെന്ന് ചിന്തിച്ച പല മേഖലകളിലും ദൈവം തന്നെ മഹത്വം വെളിപ്പെടുത്തിയതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിപരമായ വിഷയങ്ങളിന്മേൽ, നമ്മുടെ ശുശ്രൂഷാ മണ്ഡലങ്ങളിന്മേൽ, നമ്മുടെ കുടുംബപരമായ വിഷയങ്ങളിന്മേൽ ദൈവമഹത്വം വെളിപ്പെടുത്തേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അത് അനേകരുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് കാരണമാകട്ടെ. നമ്മെ ഒരു പടി കൂടെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നതിന് കാരണമായി തീരട്ടെ. അതിനെ നമുക്ക് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ കാത്തിരിക്കാം. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊക്കെ തവണ്ണം ക്രിസ്തുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഈ വാഗ്ദത്തം ചെയ്ത് ദൈവം എന്നോടും നമ്മോടൊപ്പം ഉണ്ട്. ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. അവനോട് നമുക്ക് ചേർന്ന് നടക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.